ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം നമുക്ക്. കാരുണ്യവാനായ കർത്താവേ, ഈ സന്ധ്യ ഞങ്ങൾക്ക് ദാനമായി നൽകിയത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേൾക്കുന്ന തിരുവചനങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും നീ കൃപ നൽകണമേ. നിങ്ങളുടെ സ്നേഹത്തിൽ ഞങ്ങളെ പൂർണ്ണരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെയിലുള്ള നന്മകളും അങ്ങ് അറിയുന്നല്ലോ നാഥ. അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ, പാപമില്ലാതെ ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ തന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം റോമാലേഖനത്തിൽ നിന്നാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് പ്രാർത്ഥനയോട് ഒരുങ്ങിയിരിക്കും. എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായി, അത് ഉപ്പിനാൽ രുചിയുള്ളതായിത്തീരുന്ന വാക്കുകളായി തീരുവാൻ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ നമ്മൾ കേട്ടത് ദൈവം അനീതി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സത്യത്തെ അനീതി കൊണ്ട് തളച്ചിടുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ സത്യത്തിൽ നമ്മൾ ജീവിക്കണം, സത്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണമെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. വലിയൊരു തെറ്റായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തെ അറിയാം, ദൈവത്തെ അറിഞ്ഞിരുന്നു, ദൈവത്തെ അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് മുൻകൂട്ടി വെളിപ്പെടുത്തിയെന്ന് നമ്മൾ ഇന്നലെ ധ്യാനിച്ചപ്പോൾ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ദൈവത്തിൽ വിശ്വസിച്ച, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച, ദൈവത്തോടുള്ള ബന്ധത്തിൽ സമൂഹത്തിന് നന്മ ചെയ്ത് ജീവിക്കേണ്ടതിന് പകരം ദൈവം ഈ ഭൂമിയിൽ ചൊരിയുന്ന നന്മകളും നമ്മുടെ മരണാനന്തര ജീവിതം നമുക്കായി ഒരുക്കിയിരുന്ന സ്വർഗരാജ്യവും ഒക്കെ അനുസ്മരിച്ചുകൊണ്ടും ആ വലിയ സ്നേഹം ദൈവം നമ്മളോട് പ്രകടിപ്പിച്ചത് ക്രിസ്തു യേശുവിലൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് പകരം യുക്തി വിചാരത്തോടു കൂടി പ്രവർത്തിച്ചു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. യുക്തിയാണ്. കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും അവനവൻ്റെ ബുദ്ധി. ഒരിക്കൽ ഞാനൊരാളോട് പഠിച്ച നല്ല മാർക്ക് നേടിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ച് നന്നായി പഠിക്കുവാനും നല്ല മാർക്ക് നേടാനും കഴിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ച് അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ നമ്മൾ രാപകൽ കുത്തിയിരുന്ന് പഠിച്ചതുകൊണ്ടാണ്, ഉറക്കളച്ചിരുന്ന് പഠിച്ചതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്. നമ്മുടെ കഴിവുകളിലും നമുക്ക് അഭിമാനം കൊള്ളണമല്ലോ എന്നാൾ പറഞ്ഞു. ഒരുപക്ഷെ ഈ ഒരു വാക്കായിരിക്കാം, ഈ ഒരു സംസാരമായിരിക്കാം ഈ യുക്തി വിചാരമെന്ന് പറയുന്നത്.
ഒരിക്കലും അവനവൻ്റെ കഴിവിനെ എടുത്ത് പറയേണ്ടെന്നോ അംഗീകരിക്കേണ്ടെന്നോ ദൈവം പോലും പറയുന്നില്ല. ദൈവം അത് ചോദിക്കുന്നുമുണ്ട്. കഴിവുകളും അംഗീകാരങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള ചോദ്യത്തിലൂടെ ഈ സമൂഹത്തിന് എന്തൊക്കെ നിനക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യം ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഒരിക്കലും നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ അഭിമാനിക്കേണ്ട എന്നുള്ള ഒരു ചിന്ത ദൈവത്തിനില്ല. മറിച്ച് എൻ്റെ കഴിവും കൊണ്ടാണ് ഞാൻ എന്നുള്ള യുക്തി. അപ്പോൾ ദൈവമുണ്ട്, അതൊക്കെ ശരിയാണ്. ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ എൻ്റെ കഴിവും കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ള ആ എന്താ പറയുന്നത്, ഒരു വാക്കിൽ പറഞ്ഞാൽ ഒരു എളിമയില്ലാത്ത വർത്തമാനം എന്ന് വേണമെങ്കിൽ പറയാം. വ്യക്തി അത് അംഗീകരിക്കുമല്ലോ എന്നറിയില്ല. കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എളിമയില്ലാത്ത ഒരു വർത്തമാനം, അതൊരു യുക്തി വിചാരമാണ്. അപ്പോൾ ഈ യുക്തി വിചാരം വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തെ അംഗീകരിക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ തോന്നാതെ മറ്റൊരു സംഭവത്തിലേക്ക് കടക്കും. വിവേകമുണ്ട് എന്ന് ലോകം പറയുന്നു, ബുദ്ധിയുണ്ടെന്ന് പറയുന്നു, ബുദ്ധിജീവിയാന്ന് പറയുന്നു, ബുദ്ധിസ്റ്റാന്നൊക്കെ പറയുന്നു, സംഭവമൊക്കെ ശരിയാണ്, പഠിപ്പിസ്റ്റാന്നൊക്കെ പറയുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ ഹൃദയം വിവേകരഹിതമായി പോകുന്നു. കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെട്ടിട്ട് അന്ധകാരത്തിലായി പോകുന്നു. അന്ധകാരം ഒരു വശം മാത്രം മനസ്സിലാക്കുന്നു, എല്ലാ വശങ്ങളും മനസ്സിലാക്കാനുള്ള കാഴ്ച കിട്ടുന്നില്ല. അങ്ങനെ സമാധാനം നഷ്ടപ്പെടുന്നു. അങ്ങനെ സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ദുഃഖമുള്ളവരായി തീരുന്നത്. മനുഷ്യന് എപ്പോഴും ഈ ദുഃഖം വരുന്നതിൻ്റെ കാരണം പ്രകാശത്തിൽ നടക്കാത്തതുകൊണ്ടാണ്. അന്ധകാരം ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിലാണെന്ന് അങ്ങനൊരു വചനം ഞാൻ വായിച്ചിട്ടുണ്ട്. അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ് നിൻ്റെ ദുഃഖത്തിന് കാരണമെന്ന്. അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ് നിൻ്റെ ദുഃഖത്തിന് കാരണം. അപ്പോൾ ഇവിടെ ദൈവത്തെ അവർ അറിഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തെ അവിടെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടു പോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, ആ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്കും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളൊരു ധാരണ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം, അടുത്താണ് പിന്നെ, അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഈ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഭോഷന്മാരായി തീർന്നു. എന്നിട്ട് അവർ ഈ ദൈവത്തിൻ്റെ സദൃശ്യം, ദൈവത്തിന് അങ്ങനെ പ്രത്യേകിച്ച് സദൃശ്യമില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ദൈവം ആത്മാവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ പറയും ദൈവം ആത്മാവാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആ രൂപമില്ലാത്ത ആത്മാവാകുന്ന അവസ്ഥയെ അവർ വിട്ടുകളഞ്ഞിട്ട്, അത് ചിന്തിക്കാതെ അതിനെക്കുറിച്ച് ധ്യാനിക്കാതെ അവരെന്ത് ചെയ്തു? ഭോഷന്മാരായി തീർന്നുകൊണ്ട് അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇവരെയൊക്കെ ദൈവമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവരെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി, ബഹുമാനിക്കാൻ തുടങ്ങി, യാഗങ്ങളും വഴിപാടുകളും അർപ്പിക്കാൻ തുടങ്ങി. ഇതാണ് അബദ്ധം.
തൽഫലമായി ഉണ്ടായ കാര്യം എന്താണ്? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എല്ലാ തിന്മകളിലും അവരെ ഉഴന്നു നടക്കാൻ വേണ്ടി ദൈവം അങ്ങനെ വിട്ടുകൊടുത്തു. നമ്മളും ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മൾ പറയും, നിവൃത്തിയില്ലാതെ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? നിവൃത്തിയില്ലാതെ വന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ദൈവം തന്നെ അവരെ വിട്ടുകൊടുത്തു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അധമ വികാരങ്ങൾക്ക്. കാരണം പറയുന്ന അവർ സത്യം ഉപേക്ഷിച്ച്, ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിനും ഉപരിയായി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറയാണ്, അവിടുത്തെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ്, ആമേൻ. സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി ദൈവത്തിൻ്റെ ദർശനം. അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. നാം ദൈവത്തിൻ്റെ മക്കളാകയാൽ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അപ്പനെ തിരിച്ചറിയാൻ സാധിക്കണം. നാം ദൈവത്തിൻ്റെ മക്കളാകയാൽ, ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. ഇവിടെ വായിച്ച് നമ്മൾ കേൾക്കുന്നത്, മനുഷ്യൻ യുക്തിവിചാരം കൊണ്ട് വിവേകരഹിതമായി പ്രവർത്തിക്കുകയും ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭോഷന്മാരായിത്തീരുകയും ചെയ്തു. എല്ലാത്തിലും ദൈവത്തെ കാണുകയാണ്. ഇടജാതിയിൽ ദൈവത്തെ കാണുന്നു, മനുഷ്യനിൽ ദൈവത്തെ കാണുന്നു. ഞാൻ ഈ ചെന്നൈയിൽ അമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. അവിടെ വിൻസെഷൻ സഭയുടെ ആ ധ്യാനകേന്ദ്രത്തിൽ കുറ്റിക്കലച്ചൻ്റെ കൂടെ ഞങ്ങൾ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. അവിടെ 5 ദിവസം നീണ്ടു നിൽക്കുന്നൊരു ധ്യാനമായിരുന്നു. ധ്യാനത്തിൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സഹോദരൻ, ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന തെക്കൻ നാട്ടുകാരനാണ്, എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകന് പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ ഇദ്ദേഹത്തോട് എന്നും തർക്കിക്കും. അപ്പോൾ ആ മകൻ പറയുന്നത് എങ്ങനെയാണ്, നാം തന്നെയാണ് ദൈവം, നമ്മുടെ കഴിവുകളും നമ്മൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന നന്മകളുമാണ് ദൈവത്വം. നമുക്ക് പ്രത്യേകിച്ച് ആരോടും പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യം ഇല്ല. എന്നിട്ട് ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ചില വ്യക്തികൾ, ഭരണാധികാരികളായിരുന്നവർ തമിഴ്നാട്ടിലൊക്കെ, സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളെയൊക്കെ അവിടെ ദൈവങ്ങളാക്കി എന്ന് ചില ഉദാഹരണങ്ങളും പറഞ്ഞു. ഈ സ്നേഹിതൻ എന്നോട് ചോദിക്കുന്നത്, ഈ സഹോദരൻ ചോദിക്കുന്നത്, അത് ശരിയാണോ എന്നാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ മാമോദിസ സ്വീകരിച്ച് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ധ്യാനത്തിന് വന്നപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മകൻ പറയുന്നതിൽ കാര്യമുണ്ട്.
ഒരു വശത്ത് നോക്കിയാൽ കാര്യമുണ്ട്. കാരണം നമ്മൾ ദൈവ മക്കളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാം നമ്മൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ വായിക്കുന്ന വചനം ആരുടെ അടുത്തേക്ക് നിന്നുവോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുമെന്നാണ്. അപ്പോൾ ചിന്തിച്ചാൽ ദൈവമാണ്. പക്ഷേ എപ്പോഴാണ് ദൈവമാകുന്നത്? വചനം ചെന്ന് കഴിയുമ്പോഴാണ് ദൈവമാകുന്നത്. എന്ന് പറഞ്ഞാൽ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ദൈവാംശം ഉണ്ടാകുന്നുള്ളൂ. കൂദാശകളിൽ വിശ്വസിക്കുകയും കൂദാശകൾ അനുഷ്ഠിക്കുകയും കൂദാശകളിൽ നിന്ന് കിട്ടുന്ന കൃപാവരങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവാംശം ഉണ്ടാകുകയുള്ളൂ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുന്നവരിലാണ് ദൈവാംശം ഉണ്ടാകുകയുള്ളൂ. പാപം ചെയ്യാതെ പാപത്തിൽ നിന്ന് ഓടിയകലുന്നവരിൽ മാത്രമേ ദൈവാംശം ഉണ്ടാകുന്നുള്ളൂ. കഴിവുകളുള്ളവരിലല്ല ദൈവാംശം. അവരിൽ തന്നെ ദൈവാംശം ഇരിക്കുമ്പോൾ തന്നെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളിലേക്കാണ് ദൈവാംശം കടന്നു വരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്വം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രൂപങ്ങളിലൊക്കെയാണ് എന്നുള്ള വിചാരം ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമ്മൾ വഴിപാടർപ്പിക്കാനും പാടില്ല, ബലിയർപ്പിക്കാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല, അംഗീകരിക്കാൻ പാടില്ല, ഭയപ്പെടാൻ പാടില്ല. കാരണം ഇതെല്ലാം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവരാണ് ഭരിക്കുന്നത്. കാരണം അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് തങ്ങളുടെ ഭോഗാസക്തികളിലൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ സത്യം എന്താണ്? ദൈവത്തിൻ്റെ സത്യം എങ്ങനെയാണ് വെളിപ്പെട്ടത്? മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സത്യം വെളിപ്പെട്ടത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവാണ് പറഞ്ഞത്, ഞാൻ സത്യമാണ്, ഞാൻ വഴിയാണ്, ഞാൻ ജീവനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സത്യം യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു. യേശു പറഞ്ഞു, ദൈവം അരൂപിയാണ്, ദൈവം ആത്മാവാണ്, ദൈവം ഒരു കാണുന്ന ഒരു അടയാളത്തിലല്ല. അത് സ്വീകരിക്കണം. നമ്മൾ ദൈവമക്കളായി നമ്മൾ സ്വീകരിക്കണം. മാമോദിസ മുങ്ങിയവർ സ്വീകരിക്കണം. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ സൃഷ്ടാവിനെ ഉപേക്ഷിച്ച് സൃഷ്ടിയെ ആരാധിച്ച കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീയുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇത് സത്യത്തിലിപ്പോൾ നിയമമായി വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ സമൂഹം ലോകത്തുണ്ട്, നിയമമാക്കിയിട്ടുള്ള രാജ്യങ്ങളുമുണ്ട്. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയെത്തും. ദൈവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിചാരം ഇന്നും ആളുകളുടെ ഉള്ളിൽ. ക്രിസ്ത്യാനി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആളുകൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തോടൊക്കെ ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ചില നേരം പോക്കുകൾക്ക് വേണ്ടി നടത്തുന്ന മദ്യപാനം നിർത്തേണ്ടി വരും. ചില ഏഷണ പരദൂഷണങ്ങൾ നിർത്തേണ്ടി വരും. അങ്ങനെ കുറേ തിന്മപ്പെട്ട കാര്യങ്ങളൊക്കെയും നിർത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദൈവത്തോട് ഒരുപാട് അടുക്കണ്ട. പക്ഷേ ദൈവത്തിൻ്റെ വചനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു,
അങ്ങനെ അകന്നു ജീവിക്കുന്നത് കൊണ്ട് ഇവൻ ആഗ്രഹിച്ച, ഇവൻ ചിന്തിച്ച സകല അധമ വികാരങ്ങൾക്കും അവനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്ന്. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. എല്ലാ തരത്തിലുള്ള അനീതിയും അത്യാഗ്രഹവും ദുഷ്ടതയും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവരുടെ മുഴുവൻ ചിന്തയും, അവർ ദേവാലയത്തിൽ ചെന്നാലും പൊതുസമൂഹത്തിൽ ചെന്നാലും വീട്ടിലിരുന്നാലും ജോലി സ്ഥലത്തായാലും ലോകത്തിൻ്റെ ഏത് കോണിൽ ഏതവസ്ഥയിലിരുന്നാലും വായിന്ന് വീഴുന്നതൊക്കെ ഈ ഒറ്റ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? അത്യാഗ്രഹം, തിന്മ, അനീതി, ദുഷ്ടത, അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം, ഇതിൽ സ്ഥിരം മുഴുകുകയാണ്, എന്നിവയിൽ മുഴുകുന്നു. അവർ പരദൂഷകരും, ശ്രദ്ധിച്ചു കേട്ടോളാം, അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അവരെ ദൈവം ഉപേക്ഷിച്ചു എന്ന്. സമാധാനമില്ലാത്തതിൻ്റെ കാരണം മനസ്സിലായില്ലേ? സ്വസ്ഥതയില്ലാത്തതിൻ്റെ കാരണം മനസ്സിലായില്ലേ? സ്വന്തം വീട്ടിലിരുന്നിട്ടാണെങ്കിലും കലഹമുണ്ടാക്കുന്ന വർത്തമാനങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും സഭയുടെ കുറ്റങ്ങളും അച്ഛന്മാരുടെ കുറ്റങ്ങളും മെത്രാൻ്റെ കുറ്റങ്ങളും കന്യാസ്ത്രീകളുടെ കുറ്റങ്ങളും അയൽവക്കത്തുകാരൻ്റെ കുറ്റങ്ങളും ചുറ്റുപാടുമുള്ള രാഷ്ട്രീയക്കാരുടെ കുറ്റങ്ങൾ, സകല കുറ്റങ്ങളുമാണ് ചർച്ച. ഒരു മനുഷ്യൻ്റെ നന്മ കണ്ടുപിടിച്ച് ഒരു നന്മ ചർച്ച ചെയ്യുന്നതിന് പകരം നന്മയൊക്കെയാണ് മൂടി വെച്ചിട്ട് തിന്മകളെല്ലാം എടുത്തിങ്ങനെ പൊക്കി ആഘോഷിക്കും. അവർക്കതേ പറ്റുള്ളൂ, നന്മയൊന്നും കാണാൻ അവർക്ക് പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ്. മരണാർഹരെന്ന് പറഞ്ഞാൽ ന്യായവിധിക്ക് രണ്ടാം മരണത്തിന് അർഹരാണ്. രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, നിത്യ നരകത്തിന് അർഹരാണ് എന്ന കാര്യം അറിഞ്ഞിട്ടും അവർക്ക് ഇതല്ലാതെ ചെയ്യാതിരിക്കാൻ പറ്റാത്ത സ്ഥിതി. കാരണം എന്താ? ദൈവം അവരെ ഉപേക്ഷിച്ചു. ഈ തരം സ്വഭാവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. എന്താ കാരണം? ദൈവം വീണ്ടും ചേർക്കാൻ. ദൈവം ഉപേക്ഷിച്ചാലും അവൻ കരുണയുള്ളവനാണ്. മുടിയനായ പുത്രൻ്റെ ഉപമയിലൂടെ യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നില്ലേ? അവൻ പോയി എല്ലാം നശിപ്പിച്ച് അവൻ പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും തിന്നാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ അപ്പൻ്റെ കാര്യം ഓർത്തു, അപ്പൻ്റെ ഭവനത്തെ ഓർത്തു. തിരികെ വരുന്നു, അവൻ എഴുന്നേറ്റു, അവൻ തിരിച്ച് ചെന്നപ്പോൾ അപ്പൻ അവനെ സ്വീകരിച്ചു. ഇവിടെ ദൈവം ഉപേക്ഷിച്ചു എന്നും അധമവികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് അവനെ തീർത്ത് നശിപ്പിക്കാനല്ല, അവൻ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വരാൻ വേണ്ടിയാണ്. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരാൻ വേണ്ടിയാണ്. കാര്യങ്ങൾ ഒരിക്കലും ഒരു സമയത്തും ഈ പ്രസംഗം കേട്ടിട്ടും തിരിച്ചറിയുന്നില്ലെങ്കിൽ, ഈ പ്രസംഗത്തിന് ചെവി കൊടുക്കുന്നില്ല എങ്കിൽ, സുവിശേഷത്തിന് ചെവി കൊടുക്കുന്നില്ല എങ്കിൽ, സുവിശേഷം വായിക്കുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, സന്ധ്യാപ്രാർത്ഥനയിലും പ്രഭാത പ്രാർത്ഥനയിലൊന്നും പങ്കെടുക്കുന്നില്ല എങ്കിൽ, ആത്മീയ കാര്യങ്ങളൊന്നും പങ്കെടുക്കുന്നില്ല എങ്കിൽ അവനെ പിന്നെ രക്ഷിക്കുക അസാധ്യമാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവനെ തീർത്ത് വിട്ടു കളഞ്ഞു എന്നല്ല, ദൈവം കരുണയോടെ കാത്തിരിക്കുകയാണ്. ദൈവം കരുണയോടെ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ വിളിക്കുകയാണ്. നീ എത്ര പാപിയാണോ, നീ എത്ര കൊടും ക്രൂരനാണോ, നീ തിരികെ വരിക, നീ ഈ മ്ലേച്ഛതയിൽ നിന്ന് പിന്തിരിഞ്ഞ് വരിക. പിന്തിരിയേണ്ടതിന് പകരം
അവ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. ഒരു കള്ളൻ അവൻ്റെ തെറ്റിനെയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് രക്ഷിക്കാൻ പറഞ്ഞു. അംഗീകരിച്ചുകൊണ്ട് രക്ഷിക്കാൻ പറഞ്ഞു. ഒരു കള്ളൻ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, നീ പർദീസയിലിരിക്കുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ചെയ്ത തെറ്റുകളെ മനസ്സിലാക്കാനുള്ള കൃപ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചു തരുമ്പോൾ ആ കൃപയാൽ കാര്യങ്ങളെ മനസ്സിലാക്കുകയും പാപത്തിൽ നിന്ന് പിന്തിരിയുകയും അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ അതിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. 51-ാം സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ മനോഹരമായ പാപബോധ പ്രാർത്ഥനയാണ്. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്, ഞാൻ അക്രമികളോട് നിൻ്റെ വഴി ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയും, രക്തപാതകത്തിൽ നിന്നെ വിടുവിക്കണമേ. ഞാൻ പാപം ചെയ്യാൻ ദൈവമേ നീ എന്നെ അനുവദിക്കരുത്. ഞാൻ പാപം ധാരാളം ചെയ്തു പോയി. അതിൻ്റെ കാരണം ഞാൻ പാപത്തിലാണ് ജനിച്ചത്, പാപത്തിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്, പാപത്തോടെയാണ് പിറന്നത്. ഞാൻ ഒറ്റയ്ക്ക് നിരൂപിച്ചാൽ, ഞാൻ ഒറ്റയ്ക്ക് ശ്രദ്ധിച്ചാൽ എനിക്ക് പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ സാധ്യതയില്ല. ഞാൻ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് വേണ്ടി നീ എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിൻ്റെ വിശുദ്ധ ആത്മാവിനെ ഞാൻ പാപം ചെയ്തു എന്ന കാരണത്താൽ ഉപേക്ഷിക്കരുതേ, എടുത്തുകൊണ്ട് പോകരുതേ എന്ന് പ്രാർത്ഥിക്കുക. അത് ശക്തിയോടുകൂടി എനിക്ക് വീണ്ടും തിരിച്ചു തന്നാൽ ഞാൻ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോട്, അതിക്രമക്കാരോട് നിൻ്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം ഇങ്ങനെയുള്ള അധമവികാരങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം നമ്മളെ ശപിച്ചു തള്ളുന്നു എന്നല്ല, മറിച്ച് നാം തിരിച്ചു വരാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു. നാം തിരിച്ചു വരാൻ യേശുക്രിസ്തു കാത്തിരിക്കുന്നു. കാരണം അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല, അറിവില്ലായ്മകളെ ദൈവം എണ്ണുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്താപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അറിവില്ലായ്മയുടെ നാളുകളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവമാണ് ഇതിനെ വിട്ടുകൊടുത്തതെങ്കിലും ഈ അധമവികാരങ്ങൾക്ക് വിട്ടുകൊടുത്തും സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തതും ദൈവമാണ് എങ്കിൽ തന്നെയും ഈ കൃപാവരത്താൽ ഇന്ന് കേൾക്കുന്ന ഈ വചന സന്ദേശത്താൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ യുക്തിവിചാരങ്ങൾക്ക് അടിമപ്പെടാതെ താൻ ജ്ഞാനിയാണെന്ന് അഹങ്കരിച്ച് നിഗളിച്ച് നശിച്ചു പോകാതെ, ദൈവമേ ഞാൻ മഹാപാപിയാണ്, എന്നോട് കരുണ തോന്നണമേ എന്നുള്ള അനുതാപത്തോടു കൂടി തിരിച്ചു വന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് നമ്മുടെ മേൽ നിറവേറും. എന്താണ്? ഇപ്പോൾ അറിയായുടെ കാലങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്താപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ അവസരം കളയരുത്. ഇത് കൃപയുടെ കാലമാണ്, ഇത് കൃപയുടെ യുഗമാണ്. ഇവിടെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞ് ആത്മാവ് വേർപിരിയുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കാനുള്ള അവസരം തരുമ്പോൾ അത് വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തണം, വേണ്ടവണ്ണം പ്രയോഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് അധമവികാരത്തിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത് അതിൽ നിന്ന് പിന്മാറണം. ഏത് പാപമാണ് നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്നത്, ഏത് പാപത്തെ കൊണ്ടാണ് നമ്മൾ സത്യത്തെ തളച്ചിട്ടിരിക്കുന്നത്, ഏത് പാപത്തെ കൊണ്ടാണ് നാം യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ദുഷിക്കുന്നത്, ആ പാപം വിട്ടുമാറി ക്രിസ്തുവിൻ്റെ നാമം ഉയർത്താൻ, ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക്
അവരുടെ അറിവില്ലാത്ത കാലത്ത് ചെയ്തു പോയ പാപങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് അപ്പോസ്തലനിലൂടെ പറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും, ഈ വചനം ആരൊക്കെ കേൾക്കുന്നോ ആ വ്യക്തികളിലും ആ സമൂഹത്തിലും നാഥ നിൻ്റെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദപിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന വചനത്തെ ഓർക്കുന്നു. നന്ദി പറയുന്നു കർത്താവേ. കരുണ കാണിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സകല അനുഗ്രഹങ്ങളും അവിടുത്തെ സന്നിധിയിൽ നിന്ന് പാപികളായ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. പ്രത്യേകിച്ച് ഇതുപോലുള്ള അധമ വികാരങ്ങളിൽപ്പെട്ട് അന്യദൈവങ്ങളെ ആരാധിക്കുക, മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങൾക്ക് ദൈവത്വം മാറ്റിക്കൊണ്ട് ആരാധിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. പിന്തിരിവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് സത്യദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് പരിശുദ്ധ തൃത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നല്ല ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സകല ജനപദങ്ങൾക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ ഞങ്ങൾ നയിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്താം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ.